എങ്ങനെയുണ്ട് ഈ പുക്കി മന്ത്രിസഭ? എങ്ങനെയുണ്ട് ഈ പുതിയ മാറ്റം? എങ്ങനെയുണ്ട് ഈ വിസ്മയം? ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ്. കാരണം മണ്ണില്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു കേരളത്തിൽ, വീടില്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു കേരളത്തിൽ. പഴയൊരു പാട്ടുണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ് പുതിയ തലമുറ ഏറ്റുപാടുന്ന ആ പാട്ട് ഇങ്ങനെയാണ്: പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, വിണ്ണിലിടമില്ല. കൺമുമ്പിൽ കണ്ട കരളലിയിക്കുന്ന രംഗങ്ങൾ ഹൃദയരക്തത്തിൽ ചാലിച്ച് കവി എഴുതിയതാണ് ഈ വരികൾ, അല്ലാതെ ഭാവനയിൽ എഴുതിയതല്ല. അങ്ങനെ മണ്ണില്ലാത്ത മനുഷ്യർക്കാണ് 1957 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 6-ാം ദിവസം ഏപ്രിൽ 11 കുടിയിറക്ക് നിരോധന നിയമത്തിലൂടെ ഭൂമി സ്വന്തമാക്കി കൊടുത്തത്. വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അങ്ങനെയുള്ള ഈ മനുഷ്യർക്ക്, ഭൂമി കിട്ടിയവരും ഭൂമി ഇല്ലാത്തവരുമായ മനുഷ്യർക്ക് വീടില്ലാത്ത ഒരു വലിയ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ വീടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി. 4 ലക്ഷം രൂപയാണ് ഓരോ ഉപഭോക്താക്കൾക്കും ഇതിൽ ഗവൺമെന്റ് നൽകിയിരുന്നത്. അങ്ങനെ 5.5 ലക്ഷം മനുഷ്യർക്കാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സ്വന്തമായി താമസിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുത്തത്. ആ ഗവൺമെന്റിനെ മാറ്റിമറിച്ചുകൊണ്ടാണ്, മാറ്റമുണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിസ്മയങ്ങൾ പണി തീർക്കും എന്ന് പറഞ്ഞ UDF ഗവൺമെന്റിനെ ജനങ്ങൾ അധികാരത്തിലെത്തിയത്. ഇന്ന് ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ന്യൂജൻസി വിളിക്കുന്ന പൂക്കി ചിരിയുള്ള മുഖ്യമന്ത്രി സതീശൻ. ആ UDF ഗവൺമെന്റ് ഇപ്പോൾ എന്ത് ചെയ്തു? ഈ പാവങ്ങളുടെ ലൈഫ് ഭവന പദ്ധതിയിൽ കൈയിട്ട് വരികയാണ്. എന്താണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്? ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരാൾക്ക് അംഗമാകണമെങ്കിൽ 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം സർക്കാരിന്. ആ 1 ലക്ഷവും കൂട്ടിയിട്ട് 4 ലക്ഷത്തിനാണ് ഇപ്പോൾ പുതിയ ലൈഫ് പദ്ധതി ഉണ്ടാക്കാൻ പോകുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഒപ്പം എന്ത് ചെയ്യണം? 1 ലക്ഷം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും വേണം. കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദിയുടെ ചില ചിഹ്നങ്ങളൊക്കെ ആ ഉണ്ടാക്കുന്ന വീടുകൾക്ക് മുമ്പിൽ പതിക്കുകയും വേണം. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിനോടും അന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങൾ പണം തന്നാൽ ഞങ്ങൾക്ക് സന്തോഷം, പക്ഷേ ആ വീടുകളുടെ മുകളിൽ ഒരു അടയാളപ്പെടുത്തലുകളും പാടില്ല. അതിന്റെ കാരണം ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം, ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗവും വെച്ചില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്, അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്, പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായം അതിനില്ല. അപ്പം ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല, ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. അങ്ങനെ കേന്ദ്രം തരാതിരുന്നപ്പോൾ എന്നാൽ നിങ്ങളുടെ പണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് 5.5 ലക്ഷം മനുഷ്യർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീടുണ്ടാക്കി കൊടുത്തത്. മറ്റു പലരെയും വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് മാറ്റത്തിനു വേണ്ടി ഒരു വോട്ടുമായി കുറേ ആളുകൾ വന്നത്. ജനങ്ങൾ അതിൽ വീണുപോയി. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 1 ലക്ഷം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. 1 ലക്ഷം കൊടുത്ത് നമ്മളുണ്ടാക്കുന്ന വീടിന്റെ മുന്നിൽ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ അവർ പറയുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും ഒക്കെ വെക്കണം. അല്ല, അത് അവരുടെ ഒരു കണ്ടീഷനാണ്, അവർ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വെക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല, അതിന് തടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞില്ല, പുതിയ വിസ്മയങ്ങൾ വരെയുണ്ട്. പാവപ്പെട്ട മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് മെഡിക്കൽ കോളേജ്. 1957 സഖാവ് EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സ്ഥാപിച്ചതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ ഇന്നലെ മുതലുണ്ടായിട്ടുള്ള സംഭവം എന്താണ്? ഇതുവരെ അവിടെ സൗജന്യമായിട്ടായിരുന്നു ടെസ്റ്റുകളും പരിശോധനകളും എല്ലാം നടത്തിയിരുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട 14 പരിശോധനക്ക് ഇന്നലെ മുതൽ ഈ ആരോഗ്യ വകുപ്പ് അവിടെ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 30 രൂപ മുതൽ 800 രൂപ വരെയാണ് വിവിധ വ്യത്യസ്തമായ ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു രോഗി പറയുന്നു, അയാൾ ഇന്നലെ ബ്ലഡ് ടെസ്റ്റിന് 300 രൂപ കൊടുത്തു, സ്കാനിങ്ങിന് 200 രൂപ കൊടുത്തു. ഇതൊക്കെ ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വല്ലാതെ പരിശ്രമിച്ച
മൗദൂദി ചാനൽ മീഡിയ വണ്ണിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് കേൾപ്പിച്ചു തരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൌജന്യമായിരുന്ന 14 പരിശോധനകൾക്ക് ഫീസ് ഏർപ്പെടുത്തി. പാത്തോളജി ലാബിൽ ലഭ്യമായിരുന്ന പരിശോധനകൾക്കാണ് 30 മുതൽ 800 രൂപ വരെ ഈടാക്കുന്നത്. ഞാനിപ്പോൾ 3 ലാബിലാണ് പോയത്. 3 സ്ഥലത്ത് ഒരുത്തിൽ 300, ഒരുത്തിൽ 100, ഒരുത്തിൽ 250. ഞാൻ അടച്ച പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ 300 കൊടുത്തത്. 300 പിന്നെ സ്കാനിങ്ങിന് 200, മറ്റുള്ളതിന് 100. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പിന്നെ ഇന്നലെ കുത്തിയിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് 100 കൊടുത്ത്. അങ്ങനെ എല്ലാത്തിനും പൈസ ഉണ്ട്. പാവപ്പെട്ടവർ ഗതിയിലായിട്ടല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ അവരുടെ പൈസ വാങ്ങുകയാണെങ്കിൽ ഇനി അങ്ങനെ ആൾക്കാർ ഇവിടെ വരും. സാധാരണക്കാരായ മനുഷ്യർ അന്നന്ന് ജോലിക്ക് പോയി അന്നന്ന് ജീവിതം മുന്നോട്ട് നയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രികളാണ് ഈ മെഡിക്കൽ കോളേജും താലൂക്ക് ആശുപത്രികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ലാബ് പരിശോധനയ്ക്ക് ഫീസ് ഏർപ്പെടുത്തിയാൽ പിന്നെ എങ്ങോട്ട് പോകും സാധാരണക്കാർ പരിശോധനകൾക്കായി, ചികിത്സയ്ക്കായി? പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള ഏതാനും പരിശോധനകൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി എടുത്തിരുന്നു. അതിന് ഫീസ് ഈടാക്കും എന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർ അറിയിച്ചിരുന്നത്. അത് പ്രകാരം ഫീസ് ഈടാക്കി തുടങ്ങിയിട്ടുമുണ്ട്. അതിന് പിറകെയാണ് ഇപ്പോൾ പാത്തോളജി ലാബിൽ 14 പരിശോധനകൾ സൌജന്യമായിരുന്നു. ആ 14 പരിശോധനകൾക്ക് കൂടിയാണ് ഇപ്പോൾ ഫീസ് ഈടാക്കിയിരിക്കുന്നത്. ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള ബയോപ്സി പരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകൾക്കാണ് ഈ വിധത്തിൽ ഫീസ് ഈടാക്കിയിരിക്കുന്നത്. ബയോപ്സി പരിശോധനയ്ക്ക് നിലവിൽ 150 രൂപയാണ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ ഫൈബ്രിനോജൻ പരിശോധനയ്ക്ക് 500 രൂപയും ഈടാക്കുന്നുണ്ട്. കൂടാതെ രക്തം കട്ടപിടിച്ചുണ്ടാകുന്ന രോഗവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്ക് അതിനാണ് ഇപ്പോൾ ഏറ്റവും അധികം തുക നൽകേണ്ടി വരുന്നത്. 800 രൂപയാണ് ലൂപ്പസ് ആന്റി കോഗുലന്റ് പരിശോധനയ്ക്ക് ഈടാക്കുന്നത്. ഇത്തരത്തിലാണ് ഓരോ വിധത്തിലും 30 രൂപ മുതൽ 800 രൂപ വരെയാണ് ഫീസ് ഈടാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, ഹെമറ്റോളജി വിഭാഗങ്ങളിലെ പരിശോധനകൾ ഉണ്ടായിരുന്നു. സാധാരണ ഇതെല്ലാം തന്നെ സൌജന്യമായി നൽകിയിരുന്ന പരിശോധനകളാണ്. പക്ഷേ അതിലും ഇപ്പോൾ ഫീസ് ഈടാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രോഗികളും ബന്ധുക്കളും ഒക്കെ വലിയ ബുദ്ധിമുട്ട് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം വളരെ വിചിത്രമാണ് എന്നതാണ്. അതായത് അവർ പറയുന്നത് പല രോഗികളും പരിശോധന നടത്തുന്നു, പക്ഷേ ആ പരിശോധന ഫലം കൊണ്ടുപോകുന്നില്ല. അതേ തുടർന്നുണ്ടാകുന്ന പാഴ്ചെലവ് ഉണ്ടാകുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇതിന്റെ ഉപകരണങ്ങൾ, റീജന്റുകൾ ഉൾപ്പെടെയുള്ള ഇതിന്റെ ഉപഭോഗ വസ്തുക്കളുടെയും അതുപോലെ രാസവസ്തുക്കളുടെയും ഒക്കെ അതിനൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടും വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അത് ഒഴിവാക്കണം. അതിന്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് ഈ ഫീസ് ഈടാക്കുന്നത് എന്നാണ്. ഇപ്പൊ അവിടെ നമ്മൾ ക്യാൻസർ സമൂഹത്തെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു രോഗമാണ് ക്യാൻസർ. ആ ക്യാൻസർ രോഗം കണ്ടെത്താൻ മെഡിക്കൽ കോളേജിൽ ബയോപ്സി ടെസ്റ്റിന് 150 രൂപ പത്തോളജി ലാബിൽ അടക്കണം. അതുപോലെ തന്നെയാണ് വലിയ അപകടം പിടിച്ച മറ്റൊരു രോഗമാണ് രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന അസുഖം. പെട്ടെന്ന് മനുഷ്യന് മരണം സംഭവിക്കാവുന്ന, ഒരുപാട് പേരെ മരണത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു അസുഖമാണത്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ലൂപ്പസ് ആൻഡ് കോഗുലന്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് ഇപ്പം മെഡിക്കൽ കോളേജിൽ വാങ്ങുന്നത് എത്രയായോ? 800 രൂപ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ള കാലത്ത് ഒറ്റ നയാ പൈസ വാങ്ങാതെ നടത്തിയ ടെസ്റ്റാണ് എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഫൈബ്രിനോജൻ, മാരകമായ രോഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിന് ഒറ്റ നയാ പൈസ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വാങ്ങിയിരുന്നില്ല. അവിടെയാണ് ഇപ്പൊ സതീശൻ ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് 500 രൂപ വാങ്ങുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിലെ വിവിധ ടെസ്റ്റുകൾക്ക് 14 ഇനം ടെസ്റ്റുകൾക്ക് 30 രൂപ മുതൽ 800 രൂപ വരെ വാങ്ങുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ പുക്കി മന്ത്രിസഭ? എങ്ങനെയുണ്ട് ഈ പുതിയ മാറ്റം? എങ്ങനെയുണ്ട് ഈ വിസ്മയം? ജനങ്ങൾ അനുഭവിച്ച് ജനങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവരെ എന്ത് ചെയ്യണം. ജനങ്ങൾക്ക് വിടുന്നു.